ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ. കണ്ടതും കേട്ടതുമായ കുറച്ചധികം വീഡിയോസ് എടുത്തു വെച്ചിട്ട് സംസാരിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഗൈസ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഒരു ടോപ്പിക് അല്ല സംസാരിക്കുന്നത്, ഒന്നിലധികം ടോപ്പിക്സ് ഉണ്ടായിരിക്കാം. അന്നേരം നെക്സ്റ്റ് ആദ്യമേ നമുക്ക് ഫസ്റ്റ് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ കൂട്ടുകുടുംബത്തെ വിശേഷങ്ങളും അവിടുത്തെ കളിചിരികളും ആരും നമ്മൾ ഉപദ്രവിക്കുന്ന രീതിയിൽ ഒരു വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മുടെ വീട്ടിലത്തെ വിശേഷങ്ങളല്ലാതെ അപ്പുറത്തെ വീട്ടിലത്തെ കാര്യങ്ങളും കൂടി നമ്മൾ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. ഇന്ന് വന്നൊരു നല്ലൊരു കമൻറ്റാണ്. നല്ലൊരു കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു കമൻറ്റാണ് കേട്ടോ. പ്രസീത വിധവയാവട്ടെ എന്ന്. അതേപോലെ പ്രസീത മക്കളെ പച്ചയ്ക്ക് പെട്രോൾ ഒഴിച്ചിട്ട് കൊളത്തിയിട്ട് പച്ച തുണിയില്ലേ തുണി ഞാൻ അധികം നിങ്ങൾ ചിലരെങ്കിലും ആക്ച്വലി ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഇതുപോലെ നമ്മുടെ സുജിത് ഭക്തൻ അദ്ദേഹത്തിന്റെ വൈഫിന്റെയും ഈ ഒരു വിഷയം നമ്മൾ ഈ ചാനൽ സംസാരിച്ചിട്ടുണ്ട്. ആക്ച്വലി ഒരുപാട് പേര് അതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഇതേ രീതിയിലുള്ളത് ഇത് അങ്ങനൊന്നും അല്ല. എനിക്കറിയില്ല ആക്ച്വലി അവരുടെ ആ ഒരു മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത്. ഇത്രമേൽ ഈ ഒരു രീതിയിൽ അവരോട് ഇങ്ങനെ സംസാരിക്കാൻ തക്കവണ്ണം എനിക്ക് മേഖല തോന്നുന്നത്, എന്റെ ചെറിയൊരു അഭിപ്രായമാണ്, അവരെ അത്രത്തോളം അറിയാവുന്നവരാരെങ്കിലും ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അവരോട് വിരോധം വെച്ച് സംസാരിക്കാനായിട്ട് കുറച്ചധികം പേര് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ചെന്ന് നിങ്ങൾ കേസ് കൊടുക്കൂ, സമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്ന് നാണം കെടുത്തു എന്നൊക്കെ. ചിലവരുടെ മാനസിക നില അങ്ങനെ ആയിരിക്കും, അങ്ങനെ പ്രതികരിക്കുന്നവരുണ്ടായിരിക്കും. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ചില നികൃഷ്ട ജീവികളോടൊക്കെ നമ്മള് അതിന് പിന്നാലെ പോയി അതിന്റെ സമയം, നമ്മുടെ സമയവും നമ്മുടെ പൈസയും അതിനുവേണ്ടി കളയണോ? അതായത് മറിച്ച് ഒരുത്തിയോ ഒരുത്തനോ, അറിയില്ല ആരാണ്, വ്യക്തമായിട്ട് അറിയത്തില്ല, ഒരാളല്ലേ അവരെ ഇങ്ങനെ ചീത്ത പറയുന്നുള്ളൂ. മറിച്ച് അപ്പുറത്ത് 100-ലധികം അല്ലെങ്കിൽ 1000-കണക്കിനോളം ആൾക്കാരുണ്ട് അവർക്ക് നല്ലത് പറയാനും അവരെ സപ്പോർട്ട് ചെയ്യാനും. അവരുടെ കമന്റ് ബോക്സ് കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ ഒരു കാര്യമല്ല, നമ്മളത് നോക്കിയാൽ പോരെ. ഈ ഒരുത്തന്റെ പിന്നാലെ പോണോ അത് ഈ 100 പേർക്ക് വേണ്ടി വീഡിയോ ഇട്ട് മുന്നോട്ട് പോകണോ? നിങ്ങളും കണ്ടിട്ടുണ്ടാവും, അജ്മൽ അമീർ എന്ന് പറയുന്ന ഒരു ആക്ടറിന്റെ ഒരു ഇഷ്യൂ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഈ പറയുന്ന ആളുടെ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് വാനിഷ് മോഡ് എന്ന് പറയുന്ന ഒരു സാധനം ഓണായപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ കൈ തട്ടിയിട്ടാണ് വാനിഷ് മോഡ് ഓണായതെന്നുള്ളത്. നമ്മളൊന്നും കൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വാനിഷ് മോഡ് ഓഫ് ആവും. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് എന്തുകൊണ്ടാണ് വാനിഷ് മോഡ് ഓഫ് ചെയ്തതെന്ന് ചോദിച്ചു. എന്റെ ദൈവമേ, ഇദ്ദേഹത്തിന് ഇത്രയ്ക്ക് ഗതികേടുണ്ടായിരുന്നോ? ഇത്രയ്ക്ക് അദ്ദേഹം, അയ്യോ, എനിക്ക് അതിലല്ല അത്ഭുതം. ഇത്രയ്ക്കൊരു വിഷയമായിട്ടും ഈ കുട്ടി അതൊരു കാര്യമാക്കി സമൂഹത്തിന് മുമ്പിൽ സംസാരിച്ചില്ലല്ലോ എന്നാണ്. നമ്മളെയൊക്കെ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ആക്ടർ ഒന്നും മിണ്ടിയാൽ നമ്മൾ അതൊക്കെ എടുത്ത് ഒരു ജന്മ മൊത്തം നമ്മുടെയൊക്കെ സ്റ്റാറ്റസ് അതായിരിക്കും. നീ ലെവല് സാധനമായോണ്ടായിരിക്കും, അതങ്ങനെ പറയാൻ കൊള്ളുന്ന സാധനമൊന്നും അല്ല. എന്നിരുന്നാലും ചെറിയൊരു വിഷയമായിട്ട് പോലും മുന്നോട്ട് സംസാരിക്കാതിരുന്നല്ലോ എന്നുള്ളതാണ്. എൽനോസ് പാർത്തെ, എനിക്ക് ആക്ച്വലി അതിന്റെ പേരൊന്നും അറിയത്തില്ല എന്താണെന്നുള്ളത്. പുള്ളിക്കും ആ കൊച്ചിനും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഈ പറയുന്ന അജ്മൽ അമീർ എന്ന് പറയുന്ന മഹാനായ വ്യക്തി. പിന്നെ ഈ അജ്മൽ അമീർ എന്ന് പറയുന്ന ആള് കഴിഞ്ഞ ദിവസം വലിയൊരു ഒപ്പീനിയൻ തന്റെ ഭാഗത്തു നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ അജ്മൽ അമീർ. 2-3 ദിവസം മുന്നേ വളരെ മോശപ്പെട്ട രീതിയിൽ എൻ്റെ ഒരു ന്യൂസ് പുറത്തു വന്നു. ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറീസിനും ഒരു AI വോയിസ് ഇമിറ്റേറ്റിങ്ങിനും ബ്രില്യൻ എഡിറ്റിങ്ങിനും ഒന്നും എന്നെയോ എന്റെ കരിയറിനെ നശിപ്പിക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട അജ്മൽ അമീർ സാർ, അങ്ങയുടെ ഈ ഒരു പ്രതികരണത്തിൽ അങ്ങേയറ്റം വിഷമമുണ്ട് എന്ന് മാത്രമേ ഗൈസ് എനിക്ക് പറയാനായിട്ടുള്ളൂ. എത്രയോ കള്ളങ്ങൾ ഓർക്കാമായിരുന്നു ഗൈസ്. ഇത്രയും ഒരു ലോ ലെവൽ കള്ളം പറഞ്ഞതിൽ അങ്ങേയറ്റം വിഷമം മാത്രമേ തോന്നുള്ളൂ. അറിയില്ല. കേറ്റൂല, വീട്ടിൽ കേറ്റൂല ഗൈസ്, കേട്ടത്തില്ല, പറഞ്ഞതാ. ചേട്ടന്റെ വീട്ടിൽ വരെ കയറ്റുന്ന പറഞ്ഞു. ലാലേട്ടന്റെ അഭിപ്രായം, ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ. ചേച്ചി പറയട്ടെന്ന്, അതിനപ്പുറത്ത് ഇത് തടസ്സപ്പെടുത്തുക ഉണ്ടല്ലോ, അഭിപ്രായം ഉണ്ടല്ലോ. എനിക്ക് വിഷമം തോന്നി. എന്താന്ന് വെച്ചാല് അങ്ങനെയുള്ളൊരു മക്കളല്ല അത്. എനിക്ക് ഇമാതിരി കുല സ്ത്രീകളോട് തീരെ താല്പര്യം. അവരെ കേട്ടാനായിട്ട് കേരളത്തിലെ, അല്ലെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ അവരെ കേട്ടാനായിട്ട് കേരളത്തിൽ ഒട്ടുമിക്ക ആൾക്കാർക്കും തയ്യാറാണ് ഗൈസ്. ലക്ഷ്മിയുടെ അല്ലെങ്കിൽ അത്രയും വലിയ വീട്ടിൽ പോകാനായിട്ട് അവർക്കും താല്പര്യമില്ല. അല്ലെങ്കിൽ അത്രയ്ക്ക് ഗതികെട്ടവരല്ല പിള്ളേർ. ലക്ഷ്മി ഇറങ്ങിയ സമയത്തെ മീഡിയക്കാർ ഓടിച്ചത് ലക്ഷ്മിയുടെ വായിൽ നിന്ന് തന്നെ അത് അവരെരന്ന് വാങ്ങിച്ചാൻ തോന്നുന്നു. ഇനി അത് ടോപ്പിക്ക് സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ആക്ച്വലി മൈൻഡ് പോലും ചെയ്യണ്ട. ഈ ഒരു
ഇങ്ങനെയുള്ള മത്സരാർത്ഥികൾ നമ്മൾ മൈൻഡ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ച്വലി മീഡിയക്കാരുടെ പിന്നെ ഗതികേട് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. ഇവന്റെ ടീഷർട്ടിൽ കൊടുക്കാൻ പിന്നെ പാവം അല്ല അവൻ പറഞ്ഞതാ അവര് സീരിയസ് ആയിട്ട് ഞാൻ വെറുതെ വേണ്ടടാ എന്തോടാ ഞാനൊന്നും ഇന്ന ആളല്ലടാ എന്നാ നീ ടീഷർട്ട് നിനക്ക് വേറൊരു ദിവസം എടുക്കാലോ, ഞാൻ നിന്റെ കയ്യിൽ വേണമെങ്കിൽ എഴുതി തരാം. അയ്യോ അറിയില്ല ടീഷർട്ടിലൊക്കെ ഭയങ്കര മോശമാണ്. 10ാം ക്ലാസ്സിലും കോളേജിലും മാത്രമേ എഴുതിയിട്ടുള്ളൂ. അവന് ഇത് മതി ഈ ജന്മം. അവരിപ്പോ പേടിച്ചു പോയി കാണുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പം ആരാധകന്റെ ഹൃദയം വല്ലതും പറിച്ചു കൊടുക്കുമെന്ന് വിചാരിച്ച അവർ അത്രയ്ക്ക് അങ്ങ് പേടിച്ചു പോയി. ആക്ച്വലി എന്താണ് പറയാ, സണ്ണി ചേച്ചിയെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഇവിടെ മേടിക്കും, ഇവിടെ ഫോട്ടോഗ്രാഫ്. പക്ഷെ എനിക്ക് അറിയില്ല, ഇംഗ്ലീഷ് അറിയാത്തോണ്ട് മേ ബി എനിക്കറിയില്ല മേടിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. ആ മീശ മേക്കപ്പ് വെച്ചു കൊടുത്തവന് എന്റെ കൈ കിട്ടിയവന്റെ ഒരെണ്ണം കൊടുക്കാനാ തോന്നുന്നത്. ഇത്രയും അദ്ദേഹം ഒരു ഒന്നുമല്ലേലും കോമഡി ചെയ്ത് റീച്ചെങ്കിലും ഉണ്ടാക്കി തരുന്ന മാന്യത പോലും അദ്ദേഹത്തോട് കാണിക്കുന്നുണ്ടോ എനിക്ക് മനസ്സിലാവുന്നില്ല. ആ മീശ കാണിച്ച് വെച്ചേക്കുന്ന കണ്ട് ഗൈസ്, ആക്ച്വലി ഞാൻ റിയാക്ട് ചെയ്തത് അത് മാത്രമാണ്. ആ മേക്കപ്പ് ചെയ്തവന്റെ അവസ്ഥ രംഗണ്ണനായിട്ടാണ് ഒരുക്കിയേക്കുന്നത്. മീശ